ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് +1 എക്കണോമിക്സിൽ കഴിഞ്ഞിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. റെഡിയല്ലേ? നമുക്കൊട്ടും സമയം കളയണ്ട. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഡേറ്റ വാല്യൂ ഇൻ എ സീരീസ്. അതായത് ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവ്ഡ് ഡേറ്റ, ആ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേര് മോഡ് എന്നാണ്. മോഡ് എഴുതിയവർക്ക് അതിൻ്റെ 1 മാർക്ക് കിട്ടും കേട്ടോ. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒബ്സർവ്ഡ് ഡേറ്റ വാല്യൂ ഇൻ എ സീരീസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം മോഡാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സക്സസർ ഓഫ് ഗാട്ട്, അതായത് ഗാട്ടിന് ശേഷം വന്നിട്ടുള്ളത് എന്താണ്? അതിൻ്റെ ശരിയായ ആൻസർ WTO ആണ്, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, റെഡിയല്ലേ? ഇനി അടുത്ത ചോദ്യം. ക്ലാസ് മിഡ് വാല്യൂ ഓഫ് ദ ക്ലാസ് 200, 300. മിഡ് വാല്യൂ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? നമ്മൾ ലോവസ്റ്റ് ക്ലാസ്സും അതേപോലെ തന്നെ അപ്പർ ക്ലാസ്സും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 200ഉം 300ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 500. അപ്പോൾ 500 ഡിവൈഡ് ബൈ 2 എത്രയാണ്? ദാറ്റ് ഈസ് 250. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മിഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 250. ക്ലിയർ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു പ്രൈവറ്റൈസേഷൻ? അതായത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? അതിൻ്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കിലുള്ള ഷെയർസ്, പബ്ലിക് കമ്പനികളുടെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറുടെ ഷെയർസ് എന്തിലോട്ട് കൊടുക്കുകയാണ്? പ്രൈവറ്റ് സെക്ടറിലോട്ട് സെല്ല് ചെയ്യാണ്. അതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുക. അതാണ് പ്രൈവറ്റൈസേഷനിൽ വരുന്ന ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദെയർ പഞ്ചായത്ത്. ഈ പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെ പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സ്പേഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നാണ്. അപ്പോൾ അതിന് ശരിയായ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും, കറക്റ്റ് മാർക്കും കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മീഡിയൻ ഓഫ് സീരീസ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിട്ടുള്ളൊരു ഡേറ്റ സെറ്റിന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നതാണ് എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതി നോക്കിയാലോ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറിലോട്ട് എഴുതുന്നതിനെയാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ 2, 3, പിന്നെ 4, പിന്നെ 7, 8 അങ്ങനെ എഴുതിയപ്പോൾ ഏറ്റവും മിഡിൽ മോസ്റ്റിൽ വന്നത് ഏതാ? 4 അല്ലേ? അപ്പോൾ ഇവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം നിങ്ങൾ ശരിയായിട്ട് തന്നെ എഴുതണം കേട്ടോ, വളരെ സിമ്പിളാണ്. ഇനി ഏഴാമത്തെ ചോദ്യം. വിച്ച് വൺ ഈസ് എ ഫീച്ചർ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൂടുതലും തൊഴിലാളികളുണ്ടാവും. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടായിരിക്കും അവിടെ വർക്ക് നടക്കുക. കാരണം അവർക്ക് ക്യാപിറ്റൽ ആയാലും ടെക്നോളജി ആയാലും ഒക്കെ തന്നെ കുറവായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റും കുറവായിരിക്കും. അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട്, തൊഴിലാളികളെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വർക്കിംഗ് ആയിരിക്കും നടക്കുക. അപ്പോൾ ലേബർ ഇൻറ്റൻസീവാണ് ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു വൺ ഓഫ് ദ ഫീച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഡാഷ്. ഈ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ, പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന ടേം. ക്ലിയർ അല്ലേ? അപ്പോൾ മിൽക്കാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കും കിട്ടും. അടുത്ത ചോദ്യം. വിച്ച് വൺ ഈസ് റിലേറ്റഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ICMR. ഇതും
ഒരു തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ദ കോൺസെപ്റ്റ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് പോവേർട്ടി ഇൻ ഇന്ത്യ. അതിന് ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാദാഭായ് നവറോജി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയായിരുന്നു 10 ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഈ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും 8 എണ്ണം എഴുതിയാൽ മതി, 2 എണ്ണം സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്തത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഓൾറെഡി 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ +1 എക്കണോമിക്സിൻ്റെത് ക്രിസ്മസ് എക്സാമിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അവരുടെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മൊത്തം 4 ചോദ്യങ്ങളായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ മൊത്തം 8 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് SHGs, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ SHGസിൻ്റെ 2 അഡ്വാൻറ്റേജ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങളിലേക്ക് വരാം. അത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത ഭാഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ SHGസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേ മൊബിലൈസ് മണി വിത്ത് കോൺട്രിബ്യൂഷൻ ഫ്രം ഈച്ച് മെമ്പർ, ദസ് ദേ എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് ഹാബിറ്റ് എമംഗ് മെമ്പേഴ്സ്. അതായത് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് സേവിങ് ഹാബിറ്റ്, അതായത് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അവർ പല ആളുകളിൽ നിന്നും അവരുടെ മെമ്പേഴ്സിൽ നിന്നും ഫണ്ട് അല്ലെങ്കിൽ മണി മൊബിലൈസ് ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചേർത്തിട്ടുള്ള പണം ഇവർ ആവശ്യക്കാർക്ക് ലെൻഡ് ചെയ്യും, അതും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, വളരെ നല്ല ഒരു മൈക്രോ ഫൈനാൻസിലേക്കുള്ള നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എന്താണ് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് സേവിങ് ഹാബിറ്റ് കൂട്ടുന്നുണ്ട്, ആവശ്യമുള്ള ആളുകൾക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലെൻഡിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ പറയാം കേട്ടോ നിങ്ങൾക്ക്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ള എന്തായി മാർക്ക് കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് 2 ഡിഫറൻസ് ബിറ്റ്വീൻ ബാർ ഡയഗ്രാം ആൻഡ് ഹിസ്റ്റോഗ്രാം. നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞ ഏരിയയിൽ പഠിച്ചതാണ് ബാർ ഡയഗ്രാമും ഹിസ്റ്റോഗ്രാമും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ? നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയാന്നൊന്ന് നോക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നന്നായിട്ട് തന്നെ തയ്യാറെടുക്കുക. അപ്പോൾ ബാർ ഡയഗ്രാം ഈ ഒരു ഭാഗത്തും ഹിസ്റ്റോഗ്രാം ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ബാർ ഡയഗ്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റയാണ്. ഹിസ്റ്റോഗ്രാമും ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ തന്നെയാണ്. ഓക്കെ, ദെൻ ബാർ ഡയഗ്രാം യൂസ് ചെയ്യുന്നതും റെക്റ്റാങ്കിൾസ് തന്നെയാണ്, ഹിസ്റ്റോഗ്രാമും റെക്റ്റാങ്കിൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബാർ ഡയഗ്രാം ഹൈറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം ഹൈറ്റും അതുപോലെ വിഡ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ബാർ ഡയഗ്രാമിൽ ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും വരുന്നുണ്ട്, എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ കണ്ടിന്യൂസ് വേരിയബിൾസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ബാർ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് മോഡ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, 2 ഡിഫറൻസ് എഴുതിയാൽ മതി കേട്ടോ. ഞാൻ അത്യാവശ്യം എല്ലാ പോയിൻറ്റും പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ 2 ഡിഫറൻസ് എഴുതിയാൽ മതി. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ എളുപ്പമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്നുള്ള ആസ്പെക്റ്റിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്പറിൻ്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെയ്റ്റും ഇൻകവും, അതായത് 2ാമത്തെയും 4ാമത്തെയും എന്താണ്, ക്വാണ്ടിറ്റേറ്റീവാണ്. അതുപോലെ തന്നെ നാഷണാലിറ്റിയും ജെൻഡറും എന്താണ്, ക്വാളിറ്റേറ്റീവാണ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവിൽ ഏതൊക്കെയാണ് വരുന്നത്, വെയ്റ്റും ഇൻകവും. ക്വാളിറ്റേറ്റീവിൽ ഏതൊക്കെയാണ് വരുന്നത്, നാഷണാലിറ്റിയും ജെൻഡറും. സിമ്പിളല്ലേ? 2 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ,
റൈറ്റ് ടു ഗോൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ആദ്യത്തെ ഏരിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു WTOനെ കുറിച്ചിട്ട്, ഗാട്ടിന് ശേഷം വന്നത്. അപ്പോൾ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOയുടെ ഗോൾസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണേ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് പറയാം ഒബ്ജക്റ്റീവ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് റേസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എൻഷുറിങ് ഫുൾ എംപ്ലോയ്മെൻറ്റ്, എൻഷുറിങ് ഗ്രോത്ത് ഓഫ് റിയൽ ഇൻകം ആൻഡ് ഡിമാൻഡ്, എക്സ്പാൻഡിങ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻവിയോൺമെൻറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് പറയാം. ഇത് തന്നെ പറയണമെന്നില്ല. WTOയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ച് ഏത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള 2 മാർക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ പോവേർട്ടി അലിവിയേഷൻ പ്രോസസ് ഇൻ കേരള. അതായത് കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉള്ള 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് പോവേർട്ടി ഇല്ലാതാക്കാൻ പറ്റും, ദാരിദ്ര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? പോവർട്ടി റിഡക്ഷൻ ക്യാൻ ബി അറ്റൈൻഡ് ബൈ സ്റ്റിമുലേറ്റിംഗ് എക്കണോമിക് ഗ്രോത്ത് ടു ഇൻക്രീസ് ഇൻകം ആൻഡ് എക്സ്പാൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പുവർ, അണ്ടർടേക്കിംഗ് എക്കണോമിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ടു എൻഹാൻസ് എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ് ദ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഈ രീതികളിൽ നിങ്ങൾക്ക് ഈ പോയിന്റുകളൊക്കെ പറഞ്ഞാൽ തന്നെ ആ ഫാക്ടറുകളായി. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും എക്കണോമിക് ഗ്രോത്ത് ആണെങ്കിലൊക്കെ നമുക്കിതിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഏരിയാസ് ആയിരുന്നു നമുക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. ഒന്ന് നമുക്കിതിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. സ്കിപ്പ് ചെയ്തത് ഏതാണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ നന്നായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ചാനലും ഈ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ മൊത്തം നിങ്ങൾക്ക് 4 ചോദ്യങ്ങളായിരുന്നു എഴുതാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഹരിത വിപ്ലവം എന്താണ് എന്നൊന്ന് നോക്കാം. എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ ഗ്രേറ്റ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് സച്ച് ആസ് റൈസ് ആൻഡ് വീറ്റ്. റൈസ് ആൻഡ് വീറ്റിലാണിത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത്. ഡ്യൂ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ്. അതായത് നല്ല രീതിയിൽ വിളവ് തരുന്ന ഹൈ ഈൽഡ് വെറൈറ്റീസ് യൂസ് ചെയ്തിട്ട് എന്താണ് ടു ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ടു ബെറ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നിക്സ്. എല്ലാ രീതിയിലും നല്ല പോലെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്യുക. അത് വളരെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള അളവിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ എയിം ചെയ്തത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന് അതിൻ്റേതായിട്ടുള്ള ചില ബെനഫിറ്റ്സുകളുണ്ട്. ഹൈ ഈൽഡ് വെറൈറ്റീസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് വിച്ച് ഗേവ് മോർ പ്രൊഡക്ഷൻ. അതായത് നിലവിൽ നമുക്ക് പ്രൊഡക്ഷൻ തരുന്ന അളവിനേക്കാൾ കൂടുതലായിട്ട് നല്ല വിളവ് തരുന്ന രീതിയിൽ ഉള്ള വിത്തുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രോഗ്രസ് ഇൻ ഫെർട്ടിലൈസർ മാനുഫാക്ചർ വാസ് ഒബ്സർവ്ഡ്. അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, ഇൻക്രീസ്ഡ് അഗ്രിഗേറ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ന്യൂലി ട്രെയിൻഡ് ലേബറേഴ്സ്. ഇതൊക്കെയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ ബെനഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം ഒത്തിരി നല്ല കാര്യങ്ങൾ, അതായത് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിളകൾ, നല്ല രീതിയിലുള്ള വിത്തിനങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു വിളവ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഗ്രീൻ റെവല്യൂഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു 3 മാർക്കോളം തന്നെ കിട്ടുന്നതായിരിക്കും. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ പോയിൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ എറേഴ്സ് ഒക്കർ വൈ കളക്ടിങ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത്
ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ദ മെയിൻ സോഴ്സ് ഓഫ് എറർ ഇൻ ദ കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഒന്ന് ഡ്യൂ ടു ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, പിന്നെ ഡ്യൂ ടു ഇൻഡയറക്റ്റ് ഓറൽ ഇൻ്റർവ്യൂ, ദെൻ ഇൻഫർമേഷൻ ഫ്രം കറസ്പോണ്ടൻസ് മേ ബി മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നതെങ്കിൽ, മെയിൽഡ് ക്വസ്റ്റ്യനർ മേ നോട്ട് ബി പ്രോപ്പർലി ആൻസേർഡ്, സ്കെഡ്യൂൾഡ് സെൻഡ് ത്രൂ എന്യൂമറേറ്റർ മേ ഗീവ് റോങ് ഇൻഫർമേഷൻ. ഇതെല്ലാം തന്നെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സാണ്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് പ്രോപ്പറായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻക്ലൂസീവ് ക്ലാസ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ് ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇൻക്ലൂസീവ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് ഇറ്റ്സെൽഫ്. അതായത് ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ്, ഇപ്പോൾ 0 to 5, അതിൽ 5 എന്ന് പറയുന്നതാണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്. അത് ആ 5 ആ ക്ലാസ്സിൽ തന്നെയാണ് ഇൻക്ലൂഡഡ് ആവുന്നത്, അത് പിന്നെ വേറൊരു ക്ലാസ്സിലോട്ട് പോകുന്നില്ല. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 0 to 5 എന്ന് എഴുതിയാൽ അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും. ആ ഒരു രീതി വരുന്നുണ്ട് എവിടെ? എക്സ്ക്ലൂസീവിൽ. അതായത് അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്, അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിളിന് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആണ് ഇൻക്ലൂസീവ് മെത്തേഡ്. എക്സ്ക്ലൂസീവ് മെത്തേഡ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കണ്ടിന്യൂസ് വേരിയബിളിനാണ്. ദെൻ ഇൻക്ലൂസീവ് മെത്തേഡിൽ നമുക്ക് ഒരു ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 10, 19 എന്നുള്ള ക്ലാസ്, ആ 19 ആ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്ത ക്ലാസ്സായ 20, 29 എന്ത് വരുന്നില്ല? 19 വരുന്നില്ല. അപ്പോൾ എന്താണ്? ഇൻ ദിസ് ക്ലാസ് ഇൻ്റർവെൽ ഡസ് നോട്ട് ഓവർലാപ്പ് ചെയ്യുന്നില്ല, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്നാൽ എക്സ്ക്ലൂസീവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 10, 20 ആണ് ഒരു ക്ലാസ്സെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഈ 10, 20 20 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 20, 30 30 നെക്സ്റ്റ് ക്ലാസ്സിൽ ലോവർ ലിമിറ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എഴുതാവുന്നതാണ്. ഓക്കെ, സോ ആൻ ഇൻക്ലൂസീവ് method is one in which there is generally a difference between the upper limit of one class interval and the lower limit of the other class interval. For example, 0 to 9, 10, 19, 20, 29 are inclusive classes because it includes 9, 19, 29, etc. On the other hand, an exclusive method is one in which there is generally no difference between the upper limit of one class interval and the lower limit of the other class interval. For example, 0 to 10, 10 to 20, 20 to 30 are examples of exclusive classes because 10, 20, 30 are not included in the classes where these are upper limit. അതായത് 10ഉം 20ഉം 30 ഒക്കെ അപ്പർ ക്ലാസ് ആയിട്ട് വരുന്നതിൽ എന്താവുന്നില്ല, ആ ഒരു വാല്യൂ ഇൻക്ലൂഡഡ് ആവുന്നില്ല. അത് നെക്സ്റ്റ് ക്ലാസ്സിലെ ലോവർ ലിമിറ്റിൽ വരുമ്പോഴാണ് ആ വാല്യൂ അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂസീവ് ക്ലാസ്സും എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ് എന്ന് പറയുമ്പോൾ 0 to 9, അതുപോലെ 10, 19 ഇത് നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൻ്റെ അപ്പറും അടുത്ത ക്ലാസ്സിൻ്റെ ലോവറും തമ്മിൽ എന്ത് വരുന്നുണ്ട്? ഡിഫറൻസ് ഉണ്ട്, രണ്ടും ഒന്നല്ല. എന്നാൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 0 to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 അടുത്ത ക്ലാസ്സിൻ്റെ എന്താവുന്നുണ്ട്? ലോവർ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഡിഫറൻസ് ഉണ്ടോ? മനസ്സിലായോ? മറ്റേതിൽ ഡിഫറൻസ് ഇല്ല, ഡിഫറൻസ് ഉണ്ട്, ഇതിൽ ഡിഫറൻസ് ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പഠിച്ച് വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻക്ലൂസീവും എക്സ്ക്ലൂസീവും. ഈ ഒരു സെഷനിൽ, അതായത് ഈ ഒരു 3 മാർക്കിൻ്റെ സെഷനിൽ നമുക്ക് അവസാനത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ഒരു ബാർ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് ABC എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? 3 പോയിൻ്റുകൾ തന്നിട്ടുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്. പിന്നെ വാല്യൂസ് തന്നിട്ടുള്ളത് 30, 50, 20 ആണ്. അപ്പം നമ്മൾ 0 to 10, 20 ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 20
30, 40, 50 എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ ബാർ ഡയഗ്രാം. അതിൻ്റെ മുഴുവൻ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. ബാർ ഡയഗ്രത്തിൻ്റെ മാർക്കൊന്നും നമുക്ക് നഷ്ടപ്പെടാനേ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 0 മുതൽ 50 വരെ വാല്യൂ വരുന്ന രീതിയിൽ 10, 20, 30, 40 ആ രീതിയിലെടുത്തിട്ട് ആദ്യത്തേത് എ എത്രയാണ് വാല്യൂ വരുന്നത്? എയുടെ വാല്യൂ വരുന്നത് 30 ആണ്. 30, 50, 20 എന്നുള്ള രീതിയിലാണ് വാല്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് എ എത്രയാണ്? 30 ആണ്, അതിൻ്റേത് വരയ്ക്കുന്നു. പിന്നെ ബി 20 ആണ്, അതിൻ്റെ വാല്യൂ വരയ്ക്കുന്നു. പിന്നെ 50. ഇതത്ര വൃത്തിയായിട്ടില്ല. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വളരെ വൃത്തിയായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ബാർ ഡയഗ്രാം നല്ല രീതിയിൽ തന്നെ വരയ്ക്കുക. ആൻഡ് ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് 3 ഏരിയാസ് ഓഫ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് കാർഷിക വൈവിധ്യവൽക്കരണത്തിൻ്റെ എന്ത് ചെയ്യാനാണ് 3 ഏരിയാസ് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? അതിന് എക്സാമ്പിളായിട്ട് ഹോർട്ടിക്കൾച്ചർ പറയാം, ഡയറി പറയാം, പോൾട്രി ഫാമിംഗ് പറയാം, ഫിഷറീസ് സെക്ടേഴ്സൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഡൈവേഴ്സിഫിക്കേഷൻ, അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷന് എക്സാമ്പിളായിട്ട് ഹോർട്ടിക്കൾച്ചർ, ഡയറി, പോൾട്രി ആൻഡ് ഫിഷറീസ് സെക്ടേഴ്സൊക്കെ പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 മാർക്കിന് എക്കണോമിക്സിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 മാർക്കിന് നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾക്കായിരുന്നു ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, 21 മുതൽ 25 വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് ചോദ്യം സ്കിപ്പ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഒരു ലെവൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, തീരുമാനിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട് ഈ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് ലോസ്. എക്കണോമിക് ലോസിൻ്റെ ഫോർമേഷന് നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിങ് എക്കണോമിക് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിങ് മാത്തമെറ്റിക്കൽ റിലേഷൻ ആൻഡ് യൂസ്ഫുൾ ടു സ്റ്റഡി ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് എക്കണോമിക് പ്രോബ്ലം. ദെൻ ഇൻ പബ്ലിക് ഫൈനാൻസ്. ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള പോയിന്റുകൾ എഴുതിയാലും നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പോൾ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റെഡിയല്ലേ? അതായിരുന്നു നമ്മുടെ 4 മാർക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ 4 മാർക്കാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പോയിൻ്റ് മാത്രം എഴുതിയോണ്ട് മാർക്ക് കിട്ടില്ല. എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഓരോ പോയിൻ്റ് എഴുതിയിട്ട് അതിൻ്റെ ഒരു 2-3 ലൈൻസും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ മാർക്കും കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനാണ്. അത് ഒരു പോയിൻറ്റിൻ്റെ അല്ല, 2 കാര്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒന്ന്, ആദ്യത്തേത് പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് റാൻഡം സാമ്പിളിങ്ങും അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസും എഴുതണം. അങ്ങനെ മൊത്തം നമുക്ക് 2 സെക്ഷനായിട്ടാണ് എന്ത് വേണ്ടത്, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ടും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പോപ്പുലേഷനും സാമ്പിളിംഗ് ആണ്. പോപ്പുലേഷൻ ഈസ് എ എൻറ്റയർ കളക്ഷൻ ഓഫ് സബ്ജക്ട്സ് എഫക്റ്റഡ് ബൈ യുവർ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ യു സ്റ്റഡി. നമ്മൾ മൊത്തം പഠിക്കുന്ന ഏരിയ ആണ് എന്ത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിൾ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ്. ആൻഡ് പോപ്പുലേഷൻ മെഷർമെൻറ്റ്സ് ടേക്ക് ഫ്രം എ ഹോൾ പോപ്പുലേഷൻ ആർ കോൾഡ് പാരാമീറ്റേഴ്സ്. നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന അതിൻ്റെ ഫീച്ചേഴ്സാണ് അതിൻ്റെ എന്ത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിളിൻ്റെ ഈ ഫീച്ചേഴ്സിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് വിളിക്കുക.
അപ്പോൾ പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് പാരാമീറ്റേഴ്സ് എന്നും സാമ്പിളിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സും. Then data for an entire population is often very difficult or impossible to collect. നമുക്കറിയാം പോപ്പുലേഷനിൽ നിന്ന്, അതായത് എൻറ്റയർ ഏരിയയിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സാമ്പിൾ നമുക്ക് പോപ്പുലേഷൻ്റെ ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് എടുത്ത് പഠിച്ചിട്ട് അതിൽ നിന്നൊരു ഇൻഫറൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇഫ് യു ഡു ഹാവ് ഡേറ്റ ഫോർ എ ഹോൾ പോപ്പുലേഷൻ യുവർ പാരാമീറ്റേഴ്സ് വിൽ ബി ട്രൂ മെഷേഴ്സ് ഓഫ് സം പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ മൊത്തം പോപ്പുലേഷൻ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കുറച്ചുകൂടെ ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പിൾ ഡേറ്റയാണ് നമ്മളെടുത്ത് പഠിക്കുന്നെങ്കിൽ വിച്ച് ക്യാൻ ബി യൂസ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ദിസ് എസ്റ്റിമേറ്റ് വിൽ ഓൾവേസ് ഇൻവോൾവ് സം മാർജിൻ ഓഫ് എറേഴ്സ് ഡ്യൂ ടു സാമ്പിളിംഗ് ബയാസ് ആൻഡ് അതർ എറേഴ്സ്. നമ്മൾ സാമ്പിളിൽ നിന്നാണ് പഠനങ്ങൾ നടത്തുന്നതെങ്കിൽ അതിൽ ചില തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും നോക്കാം. ഈ റാൻഡം സാമ്പിളിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതുപോലെ നോൺ റാൻഡം സാമ്പിളിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ റാൻഡം സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന, ഒരു മുൻവിധിയോ ഒന്നും കൂടാതെ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് ആണെന്ത്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ആണെന്ത്, റാൻഡം സാമ്പിൾ. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിൾ സെലക്ഷൻ ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ റിസർച്ചർ. അവിടെ റിസർച്ചറിൻ്റെ കൺവീനിയൻസും ജഡ്ജ്മെൻറ്റും ഒക്കെ അവിടെ എന്താവുന്നുണ്ട്, ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് റാൻഡം സാമ്പിളിംഗ് എവ്രി വൺ ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ്. അതായത് ആ ഒരു പോപ്പുലേഷനുള്ള ഓരോ ഐറ്റത്തിനും ഓരോ യൂണിറ്റിനും ഈ സാമ്പിളിൻ്റെ ഭാഗം അല്ലെങ്കിൽ സെലക്ട് ആവാനുള്ള എന്ത് കിട്ടുന്നുണ്ട്, ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഈക്വൽ ചാൻസാണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിങ്ങിൽ എല്ലാ യൂണിറ്റിനും നോട്ട് എവ്രി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്. എല്ലാ യൂണിറ്റിനും ഒരു പാർട്ടാവാനുള്ള സാധ്യത കിട്ടുന്നില്ല, ചാൻസ് കിട്ടുന്നില്ല. ആൻഡ് റാൻഡം സാമ്പിളിംഗ് യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ബയാസ് ടു ബി റെഡ്യൂസ്. അതായത് റാൻഡം സാമ്പിളിംഗ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാമ്പിളിംഗ് ബയാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗിൽ ദ റിസർച്ചർ ഡസ് നോട്ട് കൺസിഡർ സാമ്പിളിംഗ് ബയാസ്. അതായത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസർച്ചർ അങ്ങനെയൊരു ബയാസ്, സാമ്പിളിംഗ് ബയാസിനെ കുറിച്ചിട്ട് കൺസിഡറേ ചെയ്യുന്നില്ല. ആൻഡ് റാൻഡം സാമ്പിളിംഗ് യൂസ്ഫുൾ വെൻ ദ പോപ്പുലേഷൻ ഈസ് ഡൈവേഴ്സ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ബെറ്റർ. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് എന്ന് വെച്ചാൽ സിമിലർ ട്രേറ്റ്സ് ഉള്ള യൂണിറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വർ ദ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷ് പീരീഡിൽ അഗ്രികൾച്ചറലിൻ്റെ സ്റ്റാഗ്നേഷന്, അതായത് ഒരു പ്രതിസന്ധി അവസ്ഥയിൽ അല്ലെങ്കിൽ സ്തംഭിച്ചു പോയ അവസ്ഥയിൽ അഗ്രികൾച്ചർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം ഒക്കെ എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ഫോഴ്സ്ഫുൾ കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് ഫുഡ് ഗ്രെയിൻസിൽ നിന്ന് ക്രോപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഒക്കെ ഇതിൻ്റെ റീസണായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചുമ്മാ എഴുതിയാൽ പോരാ, എക്സ്പ്ലനേഷൻ വേണം കേട്ടോ, പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. പിന്നെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക്, ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം, അതുപോലെ തന്നെ അതിനാണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയാൻ. ലാക്ക് ഓഫ് ഇറിഗേഷൻ, ജലസേചനം, ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ നല്ല ഇനം വിത്തുകൾ വാങ്ങാനുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം, അതിനൊക്കെ മാർക്ക് കിട്ടും. അപ്പോൾ 4 പോയിൻ്റ് എന്തായാലും വേണം. അത് എഴുതിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനു മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ലോങ് ടേം ഗോൾസ് ഓഫ് 5-year പ്ലാൻ. പഞ്ചവത്സര പദ്ധതികളുടെ, ദീർഘകാലത്തെ പഞ്ചവത്സര പദ്ധതികളുടെ ലോങ് ടേം ഗോൾസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾസായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ഗോൾസിൽ വരുന്നതാണ് ഫോറിൻ ട്രേഡ്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, അതുപോലെ തന്നെ എക്കണോമിക് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി, ഇക്വിറ്റി, പിന്നെ നമുക്ക് ഗ്രോത്ത്, പിന്നെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 5-year പ്ലാൻസിൻ്റെ ലോങ് ടേം ഗോൾസായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ചുമ്മാ എഴുതിയാൽ പോരാ, പ്രോപ്പറായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതണം.
പിന്നെ ഉണ്ടായിരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹിസ്റ്റോഗ്രാം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് യൂസ് ടു ലൊക്കേറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അതായത് എ കോളത്തിലെ ഒന്നാമത്തതും ബി കോളത്തിലെ മൂന്നാമത്തതാണ് കറക്റ്റ് ആൻസർ. അതാണ് ഫസ്റ്റത്തെ ശരിയായിട്ടുള്ള ജോഡി. പിന്നെ പൈ ഡയഗ്രാം വളരെ സിമ്പിളാണ്. എന്താണ്, സർക്കിൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇങ്ങനെയായിരുന്നു. പിന്നെ വരുന്നത് പാർട്ട് ഓഫ് എ ടേബിളാണ്. അത് സ്റ്റെപ്സാണ്. റോ ഹെഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്സ്. പിന്നെ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്, ടൈം സീരീസ് ഗ്രാഫ്. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ടത് ചേരുംപടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുഴുവൻ മാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വരച്ച് വയ്ക്കരുത്. എ കോളത്തിന് യോജിച്ചത് ബി കോളത്തിൽ നിന്ന് എടുത്ത് അതിന് നേരെ വേണം എഴുതാൻ. അതായത് ഹിസ്റ്റോഗ്രാം എന്ന് എഴുതിയിട്ട് അതിന് തൊട്ട് നേരെ വേണ്ടത് യൂസ് ടു ലൊക്കേറ്റ് മോഡ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുക. റെഡിയല്ലേ? അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നന്നായിട്ട് തന്നെ നെക്സ്റ്റ് എക്സാമിനേക്കൊക്കെ വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അതൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1 മാർക്ക് മുതൽ നിങ്ങൾക്ക് 4 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ 5 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ മൊത്തം 4 ചോദ്യങ്ങൾക്കായിരുന്നു നിങ്ങൾ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ, റൈറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് എനി ടു. അതായത് നമ്മളോട് പറയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിലേതിൻ്റെങ്കിലും 2 എണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഒന്ന് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, രണ്ടാമത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്, മൂന്നാമത്തത് ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ്. ഇങ്ങനെ മൊത്തം 3 മെത്തേഡാണ് ഉള്ളത്. ഇതിൽ ഓരോന്നിൻ്റെയും അപ്പോൾ ആദ്യം ഈ 3 മെത്തേഡിൻ്റെ പേര് എഴുതണം കേട്ടോ. പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾ എഴുതണം. അതെന്താണെന്നും കൂടി എഴുതിയാൽ നന്നായിരിക്കും. അത് എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. പിന്നെ ഏതിൻ്റെങ്കിലും 2 എണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, ഓഫർ ദ ഫെസിലിറ്റി ഓഫ് ആസ്കിങ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബെറ്റർ മെത്തേഡ് ഫോർ ഫ്രെയിമിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ ടു കളക്ട് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണ്, ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്, ഡസ് നോട്ട് അലൗ ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്, മെയിൻറ്റെയിൻസ് അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്, ബെസ്റ്റ് മെത്തേഡ് ഇൻ കേസ് ഓഫ് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്, ഗിവ് എനഫ് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണത്തിൻ്റെത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഇനി നിങ്ങൾക്ക് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഫോൺ ഇൻ്റർവ്യൂവിൻ്റെ എന്തെഴുതാം, മെറിറ്റ്സ് എഴുതാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്, ഫെസിലിറ്റേറ്റ്സ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്, റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്, ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം. അപ്പോൾ ഇതൊക്കെ എഴുതുന്നതിലൂടെ നമ്മൾക്ക് 5 മാർക്കാണ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതുക കേട്ടോ. ഇനിയുള്ള എക്സാംസൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതുക. അപ്പോൾ 3 മെത്തേഡാണ് പ്രൈമറി ഡേറ്റ് കളക്ട് ചെയ്യാനുള്ളത്: പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂ. ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബൈ ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവെൽ ഓഫ് 10. ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്തിട്ട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് ഒന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അടയാളപ്പെടുത്തിയാലും മതി. അതിനുശേഷം ക്ലാസ്, ടാലിമാർക്ക്, ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ ഒരു കോളം വരച്ച് കൃത്യമായി 10 ഇൻ്റർവെല്ലിൽ വരുന്ന രീതിയിൽ 100,
ടു 110, 110 ടു 120, 120 ടു 130 ആ രീതിയിലേക്ക് ക്ലാസ്സസ് എഴുതുക. അങ്ങനെ അവസാനം 160 തൊട്ട് 170 വരെ ആയിരിക്കും നമുക്ക് ഫൈനൽ ക്ലാസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്ലാസ്, ഇതാണ് അവസാനത്തെ ക്ലാസ്. എന്നിട്ട് നമ്മൾ ടാലി മാർക്കിൽ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഓരോ ക്ലാസ്സിലും ഏതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കൃത്യമായി ടാലി മാർക്കോട് കൂടി അടയാളപ്പെടുത്തി അതിലെത്രയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നല്ലേ വരുന്നുള്ളൂ, അപ്പോൾ അവിടെ 1, ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ മാർക്ക് ചെയ്ത് എഴുതുക. അങ്ങനെ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് 35 ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റാണ്. അത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് മുഴുവനും ഒന്ന് എന്ത് ചെയ്താൽ മതി, കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 35 ആണ് കിട്ടുന്നത്. 35 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റാണ്. ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. അടുത്ത എക്സാമിന് നല്ല രീതിയിൽ തന്നെ എഴുതുക. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ആ ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ തലേ ദിവസം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ മക്കളെ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ദെൻ ഇൻഫർമേഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചുമ്മാ എഴുതിയാൽ മാത്രം പോരാ കേട്ടോ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ, ഓൺ ജോബ് ട്രെയിനിങ്. ക്ലിയർ അല്ലേ? അതൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ വന്നിരുന്നൊരു ക്വസ്റ്റ്യൻ ഒജീവ് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒജീവ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്ലാസ് ഫ്രീക്വൻസി നല്ല രീതിയിൽ തന്നെ ഒന്ന് എടുത്തെഴുതുക നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിലേക്ക്, ക്ലാസ്സും ഫ്രീക്വൻസിയും. അതിനുശേഷം എന്ത് തയ്യാറാക്കണം? ലെസ് ദാൻ സീരീസ് തയ്യാറാക്കണം. അപ്പോൾ ലെസ് ദാൻ സീരീസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50, ലെസ് ദാൻ 60. ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടല്ലോ, എല്ലാ അപ്പർ ക്ലാസ്സും, ഈ അപ്പർ ക്ലാസ്സുകളുടെയൊക്കെ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുക. ഇപ്പോൾ 4 + 6 10, 10 + 10, പിന്നെ 20, 20 + 5 25, 25 + 4 29 + 1 30. ഈ രീതിയിലായിരിക്കണം നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ സീരീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നോ ലെസ് ദാൻ സീരീസ് എന്നോ എഴുതിയിട്ട് നമ്മൾ ഈ ഒരു കോളം കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 4, 10, 20, 25, 29, 30 എന്നാണ് അത് കിട്ടിയത്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഫ്രീക്വൻസികൾ തൊട്ടടുത്തത് തമ്മിൽ ആഡ് ചെയ്തതാണ്. അത് ചെയ്താൽ പിന്നെ ലെസ് ദാൻ സീരീസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ എഴുതുക? 0 or more, 10 or more, 20 or more, 30 or more, 40 or more, 50 or more. അതായത് ലോവർ ക്ലാസ്സിലെ എല്ലാ ലിമിറ്റുകളും എഴുതി ഓർമോർ കൊടുക്കാം. എന്നിട്ട് നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൽ 30 ആണ് ഫസ്റ്റത്തതിൽ ഫ്രീക്വൻസി ആയിട്ട് വരിക. ഓക്കെ, അതിനുശേഷം ഓരോ ഫ്രീക്വൻസി അതിൽ നിന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ മോർ ദാൻ സീരീസും ആയി. എന്നിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ട് എന്ത് തയ്യാറാക്കുക? ഒജായ്വ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒജായ്വ് വരയ്ക്കുന്ന സമയത്ത് ഈ കാണുന്നതാണ് എന്ത്? ലെസ് ദാൻ ഒജായ്വ്, ഈ കാണുന്നതാണ് മോർ ദാൻ ഒജായ്വ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം കിട്ടുന്നത് 25 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം,
മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്സ്, റെയിൽവേ, വെയർഹൗസ്, ഗോഡൗൺ, കോൾഡ് സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ്, കോപ്പറേറ്റീവ് marketing avoid middlemen and bring substantial benefit to farmers, providing price supports, providing credit facilities at a lower interest rate. ഇതൊക്കെയാണ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. ഇത്രയായിരുന്നു നമ്മുടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. മോഡൽ എക്സാം, മാനുവൽ എക്സാം തകർത്തെഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ +1 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 8 മാർക്കിന് നിങ്ങൾക്ക് മൊത്തം 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അതിലേതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 2 തിയറി ക്വസ്റ്റ്യനും 1 പ്രോബ്ലം ക്വസ്റ്റ്യനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 3 ചോദ്യങ്ങളും ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് പോവേർട്ടി അലിവിയേഷൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. ഞാൻ പല തവണകളായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ചോദ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 8 മാർക്കിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പോളിസീസ് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പോളിസികളായിരുന്നു ഉണ്ടായിരുന്നത്. റിലേയിങ് ഓൺ ഗ്രോത്ത്, അത് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്നറിയപ്പെട്ടിരുന്നു. ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക് ആയിരുന്നു രണ്ടാമത്തെ പോളിസി. ദെൻ പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ ആയിരുന്നു മൂന്നാമത്തെ പോളിസി. അപ്പോൾ ഈ 3 പോളിസീസും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ പ്രോഗ്രാംസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പാർട്ടിൽ. അവിടെ നിങ്ങൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസും സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രോഗ്രാംസും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് എന്ത് കിട്ടും? 8 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യമാണ് എഴുതിയവരെങ്കിൽ ആ രീതിയിൽ നോക്കുക. ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും മക്കളെ നോക്കി വെച്ചോളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ഒരു ചോദ്യം ഇല്ലാത്ത പരീക്ഷ പേപ്പർ ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്റ് അരിത്മെറ്റിക് മീൻ ആൻഡ് മീഡിയൻ. അതായത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മോഡും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മോഡ് ചോദിച്ചിട്ടില്ല. അരിത്മെറ്റിക് മീനും മീഡിയനും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് എന്ത് സീരീസാണ് മക്കളെ? ഇതൊരു കണ്ടിന്യൂസ് സീരീസാണ്. ക്ലാസ് ആയിട്ടാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൻ്റെ മീനും മീഡിയനും എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് അറിഞ്ഞിരിക്കണം. അരിത്മെറ്റിക് മീന് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനെ എം എന്ന് ഡിനോട്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം ഓരോ ഫ്രീക്വൻസിയെയും, ഓരോ ക്ലാസ് ഫ്രീക്വൻസിയും ആ എം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് FM കണ്ടുപിടിക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ് കേട്ടോ. ആൻഡ് എന്ത് ചെയ്യുക? ആ FM കോളം ആഡ് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ FM കോളത്തിൻ്റെ ടോട്ടലും ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലും ഡിവൈഡ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി നമുക്ക് അരിത്മെറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രീതിയിൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കോളം പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് കോളംസ് വരുന്നത്? ക്ലാസ് വരുന്നുണ്ട്, ദെൻ ഫ്രീക്വൻസി, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. പിന്നെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാം, ദെൻ FM കാണാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന് ആൻസർ കിട്ടും. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇപ്പോൾ 10 to 20, ഇതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കാണുക? 10 + 20 ഡിവൈഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 30 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 15 അല്ലേ? അപ്പോൾ ഈ രീതിയിൽ മിഡ് പോയിൻ്റ് എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുക. ആദ്യത്തെ കിട്ടിയാൽ പിന്നെ സുഖമാണ്. 15, 25, 35, 45, 55, 65 അതങ്ങനെ അങ്ങ് പോകും. ഓക്കെ. സോ ഈ രീതിയിൽ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റുകൾ കണ്ടുപിടിക്കുക, മിഡ് വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ഓരോ ഫ്രീക്വൻസിയും, ഇപ്പോൾ ആദ്യത്തെ ഫ്രീക്വൻസി 1 ആണ്, അതിനെ കൊണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് മിഡ് വാല്യൂവിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ 15 കിട്ടും. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കൂ. രണ്ടാമത്തത് 8 × 25, 200. അങ്ങനെ ഓരോ കോളത്തിൻ്റെയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടും? FM കോളത്തിൻ്റെ ടോട്ടലും കിട്ടും, ഫ്രീക്വൻസി കോളത്തിൻ്റെ ടോട്ടലും കിട്ടും. ഇത് 2 എണ്ണമാണ് നമുക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ക്ലിയർ?
എന്നിട്ട് നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ സിഗ്മ എഫ്. അപ്പോൾ ഇവിടുത്തെ സിഗ്മ എഫ് എം എന്ന് പറയുന്നത് 1845 അതേ ഡിവൈഡ് ബൈ സിഗ്മ എഫ് 45. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 41 ആണ്. അപ്പോൾ അരിത്മെറ്റിക് മീൻ നിങ്ങൾക്ക് 41 ആണോ കിട്ടുന്നത് നോക്കുക. ചെയ്ത് തന്നെ പഠിക്കണം, എന്നാലേ നമുക്കിത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾ വായിച്ച് പഠിച്ച് മാത്രം കഴിഞ്ഞാൽ ഇത് അത്ര എളുപ്പമാവില്ല. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അരിത്മെറ്റിക് മീൻ കാണുന്ന ആ ഒരു സ്റ്റെപ്സും അതിൻ്റെ ഫോർമാറ്റും അതിനെങ്ങനെയാണ് ആൻസറിങ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ അരിത്മെറ്റിക് മീൻ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യുമ്പോൾ തന്നെ 4 മാർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് മീഡിയനാണ്. മീഡിയൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സും ഫ്രീക്വൻസിയും ആദ്യം എഴുതി വയ്ക്കുക. എന്നിട്ട് ഫ്രീക്വൻസിയുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുക. അതായത് ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതുക. അതിനുശേഷം നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടലിനെ കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ടോട്ടൽ ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് n/2 വാല്യൂ. അതിനുശേഷം നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. അതായത് ഈ n/2 വാല്യൂ ഉള്ള ക്ലാസ്സാണ് എന്ത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ മീഡിയൻ ക്ലാസ്സിൻ്റെ ലോവസ്റ്റ് വാല്യൂ, അതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ആ ഒരു ക്ലാസ് ഇൻ്റർവൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ L+n/2 -CF/F × I എന്നോ H എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ആ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീഡിയൻ്റെ വാല്യൂ കിട്ടും. നോക്കാം, നമുക്ക് അരിത്മെറ്റിക് മീൻ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 41 അല്ലേ? അപ്പോൾ അത് തന്നെയാണോ മീഡിയം കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് എഴുതി, ഫ്രീക്വൻസി എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം? ആദ്യത്തത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് തന്നെയായിരിക്കും, ഫ്രീക്വൻസി തന്നെയായിരിക്കും. രണ്ടാമത്തത് ഇതിൻ്റെ കൂടെ തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്യണം. അപ്പോൾ 1+8 എത്രയാണ് മക്കളെ? അത് 9 ആണ്. ക്ലിയർ ആണോ? തൊട്ടടുത്ത ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. അടുത്തത് 9+12 എത്രയാ? 21. അടുത്തത് 21 + 15 എത്രയാ? 36. ദെൻ 36 + 5 41. 41 + 4 45. ഈ രീതിയിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയോട് തൊട്ടടുത്ത ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫ്രീക്വൻസി കോളം നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീക്വൻസി കോളം ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും CFൻ്റെ അവസാനത്തെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എത്രയാണത്? 45 ആണ്. ക്ലിയർ? ഓക്കെ. ജസ്റ്റ് അറിയാൻ വേണ്ടി പറയാനാണ് കേട്ടോ. റെഡി? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൻ്റെ കാൽക്കുലേഷനാണ്. മീഡിയൻ കാൽക്കുലേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് തന്നെ എഴുതുകയാണ്. ഇക്വേഷൻ എന്താണ്? സൈസ് ഓഫ് n/2 ഐറ്റം. ഇവിടെ സൈസ് എത്രയാണ്? 45. അതായത് ഈ അവസാനത്തെ വാല്യൂ ഇതാണ്. ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 45. ഓക്കെ. അപ്പോൾ നമ്മളത് എഴുതി 45/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 22.5 എന്നിട്ടുള്ള വാല്യൂ. ക്ലിയർ? അപ്പോൾ n/2 വാല്യൂ കിട്ടി. സോ മീഡിയൻ ക്ലാസ് ഉള്ളത് എവിടെയാണ്? ഈ 22.5 ഉള്ള ക്ലാസ് ഉള്ള ഇതിലാണ് എന്തുള്ളത്? മീഡിയൻ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ 22.5 എന്തിലാണ് വരിക? 1ൽ 22.5 വരുന്നുണ്ടോ? ഇല്ല. 9ൽ വരുന്നുണ്ടോ 22.5? ഇല്ല. 21ൽ വരുന്നുണ്ടോ 22.5? ഇല്ല. അടുത്തതാണ് 36. 36ലാണ് എന്ത് ഉൾപ്പെടുന്നത്? 22.5 ഉൾപ്പെടുന്നത്. സോ 36 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള ക്ലാസ് ഏതാ മക്കളെ? അത് 40 to 50 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. എത്രയാണ് മീഡിയൻ ക്ലാസ്? 40 to 50. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിച്ചു. ഇനി എന്താണ്? നമ്മൾ ഈ ഇക്വേഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കുക. ഇക്വേഷൻ എന്താണ്? L+n/2 -CF/F × I എന്നോ H എന്നോ C എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഉദ്ദേശിക്കുന്ന ക്ലാസ് ഇൻ്റർവെല്ലാണ്. 40 to 50ലെ ക്ലാസ് ഇൻ്റർവെൽ എത്രയാ? 10 അല്ലേ? 50 - 40 എത്രയാ? 10 അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ലോവസ്റ്റ് ക്ലാസ് എത്രയാ? 40. 40 to 50ലെ ലോവസ്റ്റ് ക്ലാസ് 40 ആണ്. n/2 ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 22.5.
CF മക്കളെ നല്ലോണം ശ്രദ്ധിച്ചോ. നമ്മുടെ ഈ മീഡിയൻ ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഇവിടെ എടുക്കേണ്ടത്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ഏരിയയാണ്. അവർ നേരിട്ട് ഈ 36 അങ്ങ് എടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മീഡിയൻ ക്ലാസിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് CF ആയിട്ട്. റെഡിയല്ലേ? അതിനുശേഷം കണ്ടുപിടിക്കേണ്ടത് പിന്നെ F ആണ്. അത് മീഡിയൻ ക്ലാസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ്. ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? സിമ്പിളാണ്, നിങ്ങളത് മനസ്സിലാക്കി പഠിച്ചെടുത്താൽ മതി. റെഡിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഐയും നമുക്കറിയാം എത്രയാണ്? 10. 50 - 40 10. ഇനി അത് അപ്ലൈ ചെയ്യുന്നു. 40 + 22.5 - 21/15 × 10. അതായത് ഇക്വേഷനിലേക്ക് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 41 കിട്ടുന്നുണ്ട്. അപ്പോൾ അരിത്മെറ്റിക് മീനും 41 കിട്ടി, ഈ പറഞ്ഞിട്ടുള്ള മീഡിയനും 41 കിട്ടി. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു പ്രോബ്ലം ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തോരം മനസ്സിലായി എനിക്കറിയില്ല. എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. റെഡി അല്ലേ? പിന്നെ നമുക്കൊരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? 8 മാർക്കിൻ്റെ മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. ഈ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് 1991-ൽ? അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാരണങ്ങൾ എടുത്തെടുത്ത് നിങ്ങൾ പറയണം. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റീഫോംസ് അത് കൃത്യമായിട്ട് തന്നെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോരോ കാരണങ്ങൾ കൃത്യമായി തന്നെ എഴുതി തന്നെ നിങ്ങൾ പറയണം. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. സം ഓഫ് ദ ഡെഫിഷ്യൻസീസ് ഓഫ് ദ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ആ ആദ്യ ഭാഗങ്ങളിൽ. ഓക്കെ, സോ ആ പോയിന്റുകളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എഴുതാം. പിന്നെ ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ലിബറലൈസേഷൻ മെഷേഴ്സ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ പാർട്ട് ഓഫ് NEP, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ലിബറലൈസേഷൻ മെഷേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളവിടെ ലിബറലൈസേഷൻ എന്താണെന്ന് ചെറിയ രീതിയിലൊന്ന് എഴുതാം. അതിനുശേഷം അതിൻ്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന ലൈസൻസിങ്, റിസർവേഷൻ, അതുപോലെ തന്നെ അമെൻമെൻറ്റ് ഓഫ് MRTP, ഫെറ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോംസ്, അതുപോലെ തന്നെ ടാക്സ് റീഫോംസ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്, ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. അപ്പോൾ ഇത്ര ഏരിയാസ് ആയിരുന്നു മക്കളെ 8 മാർക്കിന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഉത്തരങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരാനുള്ള മോഡൽ എക്സാമും ആനുവൽ എക്സാമൊക്കെ നമുക്ക് A+ ലെവലിലോട്ട് എത്തിക്കാം. റെഡിയല്ലേ? അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.